ഹായ് ഫ്രണ്ട്സ്, ഈ വാക്കിൻ്റെ മറ്റ് ചില രൂപങ്ങളും അർത്ഥങ്ങളും പ്രയോഗങ്ങളും ഇന്ന് നമുക്ക് പരിശോധിക്കാം. നെയിം സേക്ക്. പലരും ഈ വാക്ക് പേരിനെങ്കിലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഒരേ പേരുകാർ എന്നാണ്. ഉദാഹരണത്തിന്, മൈ ഡോട്ടർ ഈസ് മൈ മദേഴ്സ് നെയിം സേക്ക്. അടുത്തത് നെയ്. നീ എന്നോ നീ എന്നോ അല്ല, നെയ് എന്നാണ് ഉച്ചാരണം. വിവാഹത്തിന് മുൻപുള്ള ഒരു സ്ത്രീയുടെ രണ്ടാമത്തെ പേര്. ഉദാഹരണത്തിന്, സൂസൻ തോമസ് നെയ് മാത്യു എന്നുവെച്ചാൽ വിവാഹത്തിന് മുൻപ് സൂസൻ മാത്യു ആയിരുന്നു എന്ന് സാരം. അടുത്തത് നിക് നെയിം അല്ലെങ്കിൽ മോണിക്കർ. ഇതൊരു വ്യക്തിക്കോ സ്ഥലത്തിനോ വസ്തുവിനോ സ്നേഹത്തോടെയോ സൗഹൃദപരമായോ അനൗപചാരികമായോ വിളിക്കുന്ന പേരാണ്. ഇത് പലപ്പോഴും യഥാർത്ഥ പേരിൻ്റെ ചുരുക്കരൂപവുമാകാം. ഉദാഹരണത്തിന് VS ഫോർ VS അച്യുതാനന്ദൻ. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം, രൂപം, ശീലങ്ങൾ, പ്രത്യേകതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പേരുമാകാം. സ്നേഹം, കളിയായ മനോഭാവം, നർമ്മം അല്ലെങ്കിൽ അടുപ്പം എന്നിവ പ്രകടിപ്പിക്കാനും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ക്യാപ്റ്റൻ ഫോർ പിണറായി വിജയൻ, ലീഡർ ഫോർ കെ കരുണാകരൻ. ചിലപ്പോൾ അവ പുച്ഛമോ പരിഹാസമോ പ്രകടിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കളിയാക്കി വിളിക്കുന്നതിനുള്ള ഉദാഹരണങ്ങളൊന്നും തരുന്നില്ല, വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നത്. സാധാരണയായി ആളുകൾക്കാണ് വിളിപ്പേരുകൾ നൽകാറുള്ളതെങ്കിലും നഗരങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നിർജീവ വസ്തുക്കൾ എന്നിവയ്ക്കും നിക് നെയിംസ് വ്യാപകമായി നൽകി വരുന്നു. ഉദാഹരണത്തിന് ന്യൂയോർക്ക്, അത് ദ ബിഗ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് പെറ്റ് നെയിം, ഓമനപ്പേര്, ചെല്ലപ്പേര്. പോപ്പുലർ പെറ്റ് നെയിംസ് അമ്മു, മാളു, കുട്ടൻ. അടുത്തത് എപ്പോനിം, ഒരു വ്യക്തിയുടെ പേരിനെ ആസ്പദമാക്കിയിടുന്ന ഒരു സ്ഥലനാമം അഥവാ സ്ഥാപനനാമം. പേരിന് കാരണക്കാരനായ വ്യക്തി അഥവാ നാമദാതാവ്. അമേരിഗോ വെസ്പൂച്ചിയിൽ നിന്നും അമേരിക്ക എന്ന പേരുണ്ടായി. ഉദാഹരണത്തിന്, എൻജിൻ കണ്ടുപിടിച്ച റുഡോൾഫ് ഡീസൽ എന്ന ജർമ്മൻ എഞ്ചിനീയറുടെ പേരിൽ നിന്ന് ഈ ഇന്ധനത്തിന് ഡീസൽ എന്ന പേരും വന്നു. ഈ രണ്ട് ഉദാഹരണം. അടുത്തത് സ്യൂഡോനിം, പെൻനെയിം, നോങ് ഡേ പ്ലൂം. കള്ളപ്പേര്, വ്യാജനാമം, സങ്കല്പനാമം, തൂലികാനാമം എന്നൊക്കെ അർത്ഥം. ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ, മാധവിക്കുട്ടി, കമലാ സുരയ്യ അല്ലെങ്കിൽ കമലാദാസ്, രാജേശ്വരി, അഡ്വക്കേറ്റ് A. ജയശങ്കർ. അടുത്തത് ഏലിയസ്, അല്ലെങ്കിൽ അഥവാ ഉപനാമത്തോടുകൂടി എന്നുകൂടി പേരുള്ളതായി എന്നൊക്കെ അർത്ഥം. നല്ലൊരു ഉദാഹരണമാണ് 20-ാം നൂറ്റാണ്ടെന്ന മലയാളം സിനിമയിൽ മോഹൻലാലിൻ്റെ പേര്. സാഗർ ഏലിയസ് ജാക്കി എന്നുള്ളത് സാഗർ അഥവാ ജാക്കി എന്നർത്ഥം. അടുത്തത് പാട്രിനമിക്, പിതാവിൻ്റെയോ പൂർവികൻ്റെയോ പേരിൽ നിന്നുളവായ അല്ലെങ്കിൽ പൈതൃകനാമം അല്ലെങ്കിൽ ഗോത്രനാമം. ഉദാഹരണത്തിന് ജോൺസൺ, സൺ ഓഫ് ജോൺ, വില്യംസൺ, സൺ ഓഫ് വില്യം. അടുത്തത് മാട്രിനമിക്, മാതൃനാമമായ അല്ലെങ്കിൽ മാതൃവംശപ്പേരായ. ആദ്യജാത പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിലും രണ്ടാമത്തെ പെൺകുട്ടിക്ക്
അമ്മയുടെ പേരിൽ പേരിടുക. അടുത്തത് പേരുകളിലെ പൊരുത്തക്കേടുകൾ. ആപ്ട്രണിം ഒരാളുടെ തൊഴിലുമായോ സ്വഭാവവുമായോ യാദൃച്ഛികമായി യോജിച്ചു പോകുന്ന പേര്. ഉദാഹരണത്തിന് ഡെൻറ്റിസ്റ്റിന് ഡോക്ടർ ടൂത്ത് എന്ന പേര്. മിസ്നോമർ ഒരു വ്യക്തിക്കോ വസ്തുവിനോ നൽകിയിട്ടുള്ള തെറ്റായതോ അനുയോജ്യമല്ലാത്തതോ ആയ പേര്. ഉദാഹരണത്തിന് ലൂസിഫർ സിനിമ ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ നിരവധി കാഴ്ചക്കാർ ഇത് പിശാചിനെ അവതരിപ്പിക്കുന്ന ഒരു ഹൊറർ ചിത്രമാണെന്ന് തെറ്റായി ധരിച്ചു. വാസ്തവത്തിൽ പേര് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിലെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഖുറേഷി അബ്രഹാം. ഈ ത്രില്ലറിലെ നായകൻ്റെ അപരനാമത്തെയാണ് പരാമർശിക്കുന്നത്. ലൂസിഫർ പിശാചിൻ്റെ പേരല്ല സിനിമയ്ക്ക്, അത് നായകൻ്റെ പേര്. അടുത്തത് ഡെഡ് നെയിം. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു പദം. ജനന സമയത്ത് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് നൽകിയ പേരിനെ ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ പരിവർത്തനത്തിന് ശേഷം ഈ പേര് ഉപയോഗിക്കുന്നില്ല താനും. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.